പ്രൈസ് ഗാഡ്. നിങ്ങളെ ചുറ്റിയിരിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങളെ തടയുന്നുണ്ടോ? എങ്കിൽ ഇതൊന്ന് കേൾക്കണം കേട്ടോ. ഒരിക്കൽ എൻ്റെ വീടിൻ്റെ അടുത്തേ ഒരു കുളത്തിൽ ഒരു താമര വിരിഞ്ഞു നിൽക്കുന്നത് കാണാനിടയായി. അതിനെങ്ങനെ നോക്കി നിന്നപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഈ ഒരു ചിന്ത വന്നത് കേട്ടോ. ചിന്ത ഇങ്ങനെയാണേ: താമര ഒരിക്കലും ചെളിയോട് വഴക്കിട്ടിട്ടുണ്ടാവില്ല, വെള്ളത്തിനോട് പരാതിയും പറഞ്ഞിട്ടുണ്ടാവില്ല. തനിക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അതിൻ്റെ ഊർജവും അത് കളഞ്ഞിട്ടുണ്ടാവില്ല. അത് ചെയ്തത് ഒരേ ഒരു കാര്യം മാത്രമാണ്: വളർന്നു, വെളിച്ചത്തിലേക്ക് എത്താനായിട്ട് അത് ശ്രമിച്ചു. എല്ലാ പോരാട്ടങ്ങൾക്കും നമ്മുടെ ശ്രദ്ധ അർഹിക്കുന്നില്ല കേട്ടോ. എല്ലാ അഭിപ്രായങ്ങൾക്കും നമ്മൾ മറുപടി പറയേണ്ട കാര്യവുമില്ല. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്രയും ആഴത്തിൽ വേരൂന്നുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചുറ്റിയിരിക്കുന്ന ചെടികൾക്ക് പോലും നമ്മുടെ വിരിയാനായിട്ട് ഒരു തടസ്സമാകില്ല. ചുറ്റുമുള്ള എന്തു തന്നെയാണെങ്കിലും, എന്തു തന്നെ വലിയ പ്രശ്നമാണെങ്കിലും വിരിയുക, സന്തോഷിക്കുക, വെളിച്ചത്തിലേക്ക് നമ്മൾ ഉയരുക. താമരയെപ്പോലെ വിരിഞ്ഞ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ പ്രശോഭിക്കണം. വലിയൊരു പാഠമാണ് താമര നമുക്ക് നൽകുന്നത്. നന്ദി. പ്രൈസ് ഗാഡ്. നിങ്ങളെ ചുറ്റിയിരിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങളെ തടയുന്നുണ്ടോ? എങ്കിൽ ഇതൊന്ന് കേൾക്കണം കേട്ടോ. ഒരിക്കൽ എൻ്റെ വീടിൻ്റെ അടുത്തേ ഒരു കുളത്തിൽ ഒരു താമര വിരിഞ്ഞു നിൽക്കുന്നത് കാണാനിടയായി. അതിനെങ്ങനെ നോക്കി നിന്നപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഈ ഒരു ചിന്ത വന്നത് കേട്ടോ. ചിന്ത ഇങ്ങനെയാണേ: താമര ഒരിക്കലും ചെളിയോട് വഴക്കിട്ടിട്ടുണ്ടാവില്ല, വെള്ളത്തിനോട് പരാതിയും പറഞ്ഞിട്ടുണ്ടാവില്ല. തനിക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അതിൻ്റെ ഊർജവും അത് കളഞ്ഞിട്ടുണ്ടാവില്ല. അത് ചെയ്തത് ഒരേ ഒരു കാര്യം മാത്രമാണ്: വളർന്നു, വെളിച്ചത്തിലേക്ക് എത്താനായിട്ട് അത് ശ്രമിച്ചു. എല്ലാ പോരാട്ടങ്ങൾക്കും നമ്മുടെ ശ്രദ്ധ അർഹിക്കുന്നില്ല കേട്ടോ. എല്ലാ അഭിപ്രായങ്ങൾക്കും നമ്മൾ മറുപടി പറയേണ്ട കാര്യവുമില്ല. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്രയും